കാലിഫോർണിയയിലെ ഒരു കൊച്ചു വീടിന്റെ ഗ്യാരേജിലെ വർക്ക്ഷോപ്പിൽ രണ്ടു ചങ്ങാതിമാർ തട്ടിക്കൂട്ടിയ ഒരു കമ്പനി. അതൊരു ടെക് കമ്പനിയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ കഥയെഴുത്താവുമെന്ന് ഒരുപക്ഷെ ആരും നനച്ചിട്ടുണ്ടാവില്ല. ആ ചങ്ങാതിമാരിൽ ഒരാൾ കുഞ്ഞുനാളിൽ തന്നെ തന്റെ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ദത്തുപുത്രനായി വളർന്നു. അവന്റെ പേര് സ്റ്റീവ് ജോബ്സ്. ടെക്നോളജിയോടുള്ള അന്ധമായ അഭിനിവേശം, അതേസമയം ബാല്യകൗമാരങ്ങൾ പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെതും. കൊക്കക്കോള കുപ്പി വിറ്റ് കിട്ടുന്ന ചില്ലിക്കാശുകൊണ്ട് ഭക്ഷണം കഴിച്ച്, അതല്ലെങ്കിൽ പട്ടിണി കിടന്നു, പലപ്പോഴും തറകളിൽ അന്തിയുറങ്ങി അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അവന്റെ സ്വപ്നം അവൻ വിട്ടില്ല. രണ്ടുപേരും ചേർന്ന് ആപ്പിൾ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തു. കമ്പനി വളർന്നു വലുതായപ്പോൾ പുതിയ സിഇഒയെ നിയമിച്ചു. പക്ഷേ ചെറുപ്പം മുതലേ നിരാകരണം കിട്ടിയ സ്റ്റീവ് ജോബ്സ്, സിഇഒ മറ്റു ഡയറക്ടർമാരുമായി ചേർന്ന് മറ്റൊരു നിരാകരണം സ്റ്റീവ് ജോബ്സിന് നൽകുകയാണ്. കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സ്റ്റീവ് ജോബ്സ് തളർന്നില്ല. നെക്സ്റ്റ് എന്ന മറ്റൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആപ്പിളുമായി മത്സരിച്ചു. ഒടുക്കം കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ സ്റ്റീവ് ജോബ്സ് വീണ്ടും ആപ്പിളിന്റെ തലപ്പത്തേക്ക് വന്നു. 2007 ജനുവരി മാസത്തിൽ സാൻ ഫ്രാൻസിസ്കോയിൽ പ്രത്യേകം ക്ഷണിതാക്കളായ ജനക്കൂട്ടത്തിനു മുന്നിൽ അതുവരെ വിപ്ലവാത്മകമായ ടെക്നോളജികൾ അവതരിപ്പിച്ച ആപ്പിളിനു വേണ്ടി സ്റ്റീവ് ജോബ്സ് പുതിയ വിപ്ലവം കുറിക്കുന്നതിനെ കുറിച്ച് ആളുകളോട് സംസാരിച്ചു. വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ചില ടെക്നോളജികൾ അവതരിക്കപ്പെടും. അത് ചരിത്രത്തിന്റെ ദിശ മാറ്റുമെന്ന് സ്റ്റീവ് ജോബ്സ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 3 പ്രൊഡക്റ്റുകൾ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ സ്റ്റീവ് ജോബ്സ് ആളുകൾക്ക് മുന്നിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഈ 3 വെവ്വേറെ പ്രോഡക്റ്റ് അല്ല, എല്ലാം കൂടി ഒന്നായി ചേർന്ന് ഞങ്ങൾ അതിനെ പേരിട്ടിരിക്കുന്നത് ഐഫോൺ എന്നാണെന്ന്. ഹർഷാരവങ്ങളോടെ സദസ്സ് സ്വീകരിച്ചു. അന്ന് ഐഫോൺ 1 പുറത്തിറക്കുകയായിരുന്നു. ഐഫോൺ 18 പടിവാതിൽക്കൽ നിൽക്കുന്ന നമുക്ക് മുന്നിൽ $2.6 ട്രില്യൺ നെറ്റ്വർത്തും 1,60,000-ത്തിലധികം ജീവനക്കാരുമുള്ള ബിസിനസ് സാമ്രാജ്യമായി വളർന്ന ആപ്പിൾ, അതിന്റെ പിന്നിലെ കഥന നമ്മൾ വിശദമായി അറിയുമ്പോഴാണ് ലോകത്തെ തന്നെ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, പല കമ്പനികളും കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക് രംഗത്തെ ഈ ഭീമൻ, ഈ ഇന്നോവേഷൻ, ഈ ക്രിയേറ്റിവിറ്റി എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഏതു തളർച്ചകളിലും പതർച്ചകളിലും സ്വപ്നങ്ങളിൽ മുന്നോട്ടു പോവുക, വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരിക്കലും കൈവിടാതെ, ഒരിക്കലും നിർത്താതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് സ്റ്റീവ് ജോബ്സ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം.